കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും അത് റിലേറ്റ് ചെയ്തുണ്ടായ പ്രസിദ്ധമായ സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളെന്ന് നോക്കാം. ഒന്നാമത് വൈക്കം സത്യാഗ്രഹം. എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് നോക്കാം. ഹിന്ദു സമൂഹത്തിലെ തൊട്ടുകൂടായ്മയ്ക്കും ജാതി വിവേചനത്തിനും എതിരെ തിരുവിതാംകൂറിൽ നടന്ന ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മാർച്ച് 30 1924 ഇത് തുടങ്ങിയത്. 603 ദിവസം നീണ്ടു നിന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്നത് അല്ലെങ്കിൽ ആരംഭിച്ചത് എന്നായിരുന്നു? 1924 മാർച്ച് 30 603 ദിവസം നീണ്ടു നിന്ന ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. യാഥാസ്ഥിതികരുടെ എതിർപ്പിനെ മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പോൾ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭം എന്തിനെയാണ്? അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാർക്ക് എതിരെ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനായി നടത്തിയ കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂർ രാജ്യം അതിന്റെ കർക്കശവും അടിച്ചമർത്തുന്നതുമായ ജാതി വ്യവസ്ഥയ്ക്ക് പേര് കേട്ടതാണ്. അപ്പൊ ജാതി വ്യവസ്ഥയിൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണയുണ്ടായിരുന്നു. 1923 ഡിസംബറിലെ കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്നൊരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. അപ്പൊ INCയുടെ 1923 ഡിസംബറിലെ സമ്മേളനം നടന്നത് കാക്കിനട സമ്മേളനമാണ്. കാക്കിനടയിലാണ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ഐത്തോച്ചാടനം ഒരു വിഷയമായി എടുക്കുകയും അതിനുവേണ്ടി ദേശവ്യാപകമായ നടപടികൾ സ്വീകരിക്കണമെന്ന് INC ചർച്ച ചെയ്തത്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ TK മാധവൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരാണ്. വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് തന്റെ പത്രമായ ദേശാഭിമാനിയിലൂടെ TK മാധവൻ വാദിച്ചു. ഓക്കെ, അപ്പോൾ വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും അവകാശമുണ്ടെന്ന് TK മാധവൻ വാദിച്ച പത്രം ഏതാണ്? ദേശാഭിമാനി. കുമാരനാശാൻ ക്ഷേത്രവീഥികളിൽ നടക്കാനുള്ള അവകാശം ചോദിച്ച് മഹാരാജാവിന് നിവേദനം നൽകി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ പ്രവേശിക്കാനുള്ള അവകാശം നേടാനായിരുന്നു മാധവന്റെ പോരാട്ടം. 1925 നവംബർ 23 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. തുടർന്ന് അന്നേ ദിവസം മുതൽ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ തുറന്നു കൊടുക്കപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനുള്ള വിളംബരം പുറപ്പെടുവിപ്പിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്തൊരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇത് നടന്നത് 1931 മുതൽ 32 വരെയുള്ള കാലഘട്ടത്തിലാണ്. KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. കോഴിക്കോട് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ച് തീണ്ടലിനും മറ്റ് അനാചാരങ്ങൾക്കെതിരായി സമരം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. തുടർന്ന് ഗുരുവായൂരിൽ വെച്ച് സമരം നടത്താൻ കേളപ്പൻ നേതാവായി തീരുമാനിക്കപ്പെട്ടു. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AKG, P കൃഷ്ണപിള്ള, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരൊക്കെയാണ് സമര കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AKG, P കൃഷ്ണപിള്ള, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. AKGയും സുബ്രഹ്മണ്യൻ തിരുമുമ്പും വടക്കൻ മേഖലകളിൽ വൻ ജാഥകൾ നടത്തി. ഗുരുവായൂർ സത്യാഗ്രഹത്തിനായി കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു.
AKG ആയിരുന്നു സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആയിരുന്നു. സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഓൾ ഇന്ത്യമാർ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒക്ടോബർ 21 കാൽനടയായി യാത്ര ആരംഭിച്ചു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് കാൽനടയായി യാത്ര സംഘടിപ്പിച്ചത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു AKG. തുടർന്ന് നവംബർ 1 സത്യാഗ്രഹം തുടങ്ങി. ശ്രീകോവിലിന് മുമ്പിലുണ്ടായിരുന്ന മണി ബ്രാഹ്മണർക്കല്ലാതെ അബ്രാഹ്മണർക്ക് തൊടാൻ പാടില്ല എന്ന നിയമത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് P. കൃഷ്ണപിള്ള ആദ്യമായി മണിയടിച്ചു. അപ്പൊ ശ്രീകോവിലിന് മുമ്പിലുണ്ടായിരുന്ന മണി, ഒരു അബ്രാഹ്മണനായ ഒരു വ്യക്തി, ആദ്യമായി അടിച്ചത് ആരാണ്? P. കൃഷ്ണപിള്ള. സത്യാഗ്രഹത്തിന് ലക്ഷ്യം കാണണമെന്ന ദൃഢനിശ്ചയത്തിൽ K. കേളപ്പൻ മരണം വരെ നിരാഹാര സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1932 സെപ്റ്റംബർ 21 നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. തുടർന്ന് നിരാഹാരത്തിന്റെ 10ാം നാൾ നിരാഹാരം നിർത്തിവെക്കണമെന്ന് ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ച് നിരാഹാരം അവസാനിപ്പിച്ചു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നിർത്തിവെക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടത് ആരോടാണ്? K. കേളപ്പനോടാണ്, അല്ലെ? ഇനി ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് തുടർന്ന് നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയത്? K. കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അപ്പൊ നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. ക്ഷേത്രപ്രവേശന പ്രചാര കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പാണല്ലോ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കാൽനട യാത്ര നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു. ഓക്കെ, അപ്പൊ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T. സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനായിരുന്നു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് K. കേളപ്പനായിരുന്നു. അടുത്ത് നോക്കാം, മലബാർ കലാപം. മലബാർ ലഹളയുടെ കാലത്ത് ആദ്യത്തെ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് പൂക്കോട്ടൂരാണ്. അപ്പൊ മലബാർ കലാപം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് ഏത് സ്ഥലത്ത് നിന്നാണ്? പൂക്കോട്ടൂര് നിന്നാണ്. 1921 ഓഗസ്റ്റിൽ നടന്ന ഈ ആക്രമണത്തിൽ 3000 കലാപകാരികൾ പങ്കെടുത്തു. പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ മുഹമ്മദിനെ ഒരു മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അപ്പൊ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് ഈ മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്താണ്? പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് ഖിലാഫത്ത് കമ്മിറ്റിയുണ്ട്. ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ മുഹമ്മദിനെ ഒരു മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് കൊണ്ടാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ജില്ലാ മജിസ്ട്രേറ്റായ തോമസ് കലാപത്തെ അമർച്ച ചെയ്യുന്നതിന് സൈന്യത്തിന്റെ സഹായം തേടി. കോമൂസ് എന്ന യുദ്ധക്കപ്പൽ കോഴിക്കോട് തുറമുഖത്ത് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി. യുദ്ധക്കപ്പൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കലാപകാരികളുടെ ആത്മവീര്യം തകരുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ പൂക്കോട്ടൂർ ഏറ്റുമുട്ടലിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയുണ്ടായി. തുടർച്ചയായ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്നാണ് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആരായിരുന്നു? വില്യം ലോഗൻ. ഓക്കെ, അപ്പോൾ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണമായി വില്യം ലോഗൻ, മലബാർ കളക്ടറായ വില്യം ലോഗൻ കണ്ടെത്തിയത് എന്താണ്? ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു? HV കനോലിയാണ്. 1855 വധിക്കപ്പെട്ടത്. അപ്പൊ മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആയിരുന്നു HV കനോലി. മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? തിരൂരങ്ങാടി ആയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, മലബാർ ലഹള ആരംഭിച്ചത് എവിടെയായിരുന്നു? ആരംഭിച്ചത് പൂക്കോട്ടൂരാണ്. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി,
കുമരൻ പുത്തൂർ, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. ആരൊക്കെയാണ്? ഒരു പ്രാവശ്യം കൂടി നോക്കാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിലേറിയ താൽക്കാലിക ഗവൺമെന്റിനെ നയിച്ചത് അലി മുസ്ലിയാർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. മലബാറിലെ പോരാട്ടങ്ങൾ നടന്നത് എവിടെയൊക്കെയായിരുന്നു? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിരുന്നു. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? പൂക്കോട്ടൂർ യുദ്ധം. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധം എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം എന്തായിരുന്നു? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. ഇനി മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരായിരുന്നു? ഹിച്ച്കോക്ക് ആണ്. ഹിച്ച്കോക്ക്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്ക് ആയിരുന്നു. അപ്പൊ മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു? HV കനോലി അല്ലെ. അപ്പൊ വധിക്കപ്പെട്ട മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു? HV കനോലിയും. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്കും ആയിരുന്നു. ഹിച്ച്കോക്കിന്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കവിത എഴുതിയതാരായിരുന്നു? കമ്പളത്ത് ഗോവിന്ദൻ നായർ. അദ്ദേഹം എന്താണ് എഴുതിയത്? ഹിച്ച്കോക്കിന്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കവിത എഴുതിയ വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. അടുത്ത മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? കെ മാധവൻ നായർ. കെ മാധവൻ നായർ ആയിരുന്നു മലബാർ കലാപം എന്ന കൃതി രചിച്ചത്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിതയാണ് ദുരവസ്ഥ. ഓക്കെ, ഇതില് ചണ്ടാല വിശകിയൊക്കെ ഓപ്ഷനിലുണ്ടാവും, വീണപൂവൊക്കെ ഉണ്ടാവും. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിതയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതി എന്തായിരുന്നു? സുന്ദരികളും സുന്ദരന്മാരും. അപ്പൊ തെറ്റിപ്പോരുത്. മലബാർ കലാപം അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കവിത ദുരവസ്ഥയും ഉറൂബ് രചിച്ച കവിത എന്താണ്? കൃതി എന്താണ്? സുന്ദരികളും സുന്ദരന്മാരും. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത ആരായിരുന്നു? കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. മാപ്പിള ലഹളയെ ഹിന്ദു വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. മലബാർ ലഹളയെ ഹിന്ദു വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത ആരായിരുന്നു? കമ്മത്ത് ചിന്നമ്മ. ഇമ്പോർട്ടന്റ് ആണ്. മലബാർ കലാപം അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതായിരുന്നു? ദുരവസ്ഥ. ഉറൂബ് രചിച്ച കൃതി ഏതായിരുന്നു? സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരായിരുന്നു? ഹിച്ച്കോക്ക്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് കളക്ടർ ആരായിരുന്നു? കനോലി. ഓക്കെ. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ, അത് ഓസ്ട്രേലിയയിലായിരുന്നു. ഈ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയത്. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. അപ്പൊ 1921 എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് IV ശശിയാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി വാഗൺ ട്രാജഡി, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. എന്താണെന്ന് നോക്കാം. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. വളരെ ദാരുണമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഒട്ടും തന്നെ എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ടൈപ്പ് ഗുഡ്സ് ആയിരുന്നു ട്രെയിനിന്റെ. അതിൽ ഒട്ടും തന്നെ എയർ സർക്കുലേഷൻ ഇല്ലാത്തൊരു ഗുഡ്സ് ആയിരുന്നു. അതിലേക്ക് ഇവരെ കുത്തി നിറച്ച് മറ്റു സ്ഥലത്തേക്ക് നാട് കടത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് 72 പേർ ശ്വാസം മുട്ടി മരിച്ചതാണ്. വാഗൺ ട്രാജഡി നടന്നത് എന്തായിരുന്നു? 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏത് സ്റ്റേഷനിലെ? പോത്തന്നൂർ സ്റ്റേഷൻ.
ഇമ്പോർട്ടൻ്റ് ആണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ ആയിരുന്നു. വാഗൺ ട്രാജഡിയുടെ സമയത്ത് വൈസ്രോയി ആയിരുന്നത് റീഡിംഗ് പ്രഭു ആയിരുന്നു. റീഡിംഗ് പ്രഭു. വാഗൺ ട്രാജഡിയുടെ സമയത്ത് വൈസ്രോയി ആയിരുന്നത് റീഡിംഗ് പ്രഭു ആയിരുന്നു. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരിലാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പർ എത്രയാണ്? MSMLV 1711 എന്നാണ് വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പർ. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാർ ആയിരുന്നു. അപ്പോൾ വാഗൺ ട്രാജഡിയെ പോത്തന്നൂർ വെച്ചാണ് നടന്നതെന്ന് നമ്മൾ കണ്ടു. ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരനായിരുന്നു സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? AR നേപ്പ് കമ്മീഷൻ. അപ്പൊ നേപ്പ് കമ്മീഷൻ എന്ത് ആയിട്ട് റിലേറ്റ് ചെയ്താണ്? വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. നമ്മൾ വേറൊന്നും കണ്ടല്ലോ, മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. അപ്പൊ മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സെറ്റപ്പ് ചെയ്ത കമ്മീഷൻ ലോഗൻ കമ്മീഷനും വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ സെറ്റപ്പ് ചെയ്ത കമ്മീഷൻ AR നേപ്പ് കമ്മീഷനുമായിരുന്നു. അടുത്ത് നോക്കാം, ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഉപ്പ് നിയമപ്രകാരം ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അധികാരം ഗവൺമെന്റിന്റെ കുത്തകയായിരുന്നു. അപ്പൊ സാധാരണക്കാരുടെ കുത്തകയായിരുന്നു. പിന്നീട് അത് ബ്രിട്ടീഷുകാർ ഗവൺമെന്റ് അത് ഏറ്റെടുത്തു. പിന്നെ സാധാരണക്കാർക്ക് ഉപ്പ് നിർമ്മിക്കാനോ വിൽക്കാനോ ഉള്ള ഒരു അധികാരം നഷ്ടമായി പോയി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ കാലത്തെ പടയണി ഗാനമായ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് വരിക വരിക സഹചരി എന്നുള്ള ഗാനം. ഇത് രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ള. അടുത്ത് നോക്കാം, ഉപ്പ് സത്യാഗ്രഹം തമിഴ്നാട്ടിൽ C രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു? G രാമചന്ദ്രൻ. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഉപ്പ് സത്യാഗ്രഹം തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? C രാജഗോപാലാചാര്യാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുത്തത്. തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുത്തപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയായിരുന്നു G രാമചന്ദ്രൻ. കേരളത്തിൽ K കേളപ്പൻ നയിച്ച ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹം ഉൾപ്പെടെ 32 പേരായിരുന്നു ഉണ്ടായിരുന്നു. 32 പേർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനായിരുന്നു. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി വേദാരണ്യം കടപ്പുറം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതായിരുന്നു? പയ്യന്നൂർ. തമിഴ്നാട്ടിലാണെങ്കിലോ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി വേദാരണ്യം കടപ്പുറം. അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആയിരുന്നു. ഏത് മലയാള പത്രമാണ് ഉപ്പ് സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ദിനപത്രമായി മാറിയത്? മാതൃഭൂമി പത്രം ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ദിനപത്രമായി മാറിയത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ബേപ്പൂരും പയ്യന്നൂരും. പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ബേപ്പൂർ കോഴിക്കോട് കടപ്പുറത്തിന്റെ ഭാഗമാണ്. പയ്യന്നൂർ കണ്ണൂർ കടപ്പുറത്തിന്റെ ഭാഗമാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന നിരാഹാര സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട വ്യക്തി ആരായിരുന്നു? AC കുഞ്ഞിരാമൻ അടിയോടിയാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന നിരാഹാര സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട വ്യക്തി. ഇനി TR കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നുമുള്ള ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ്? K കേളപ്പനാണ് അല്ലെ. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? നമ്മൾ കണ്ടു, C രാജഗോപാലാചാര്യാണ്. അതിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു? G രാമചന്ദ്രനാണ്. അപ്പോൾ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. സമര നേതാവായ K കേളപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് മൊയ്യാരത്ത് ശങ്കരൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് K കേളപ്പനായിരുന്നു. K കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നയിച്ചത് മൊയ്യാരത്ത് ശങ്കരനായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. അടുത്ത് നോക്കാം, മലബാർ ജില്ലാ കോൺഗ്രസ്
എന്താണ് മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് നോക്കാം. 1908 മലബാറിൽ ഒരു ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ടു. മലബാറിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഉന്നയിക്കുന്നതിന് മലബാറിൽ 1918 തൊട്ട് കോൺഗ്രസ് വാർഷിക രാഷ്ട്രീയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു തുടങ്ങി. അപ്പൊ മലബാറിൽ ഒരു ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ടത് 1908 എന്നിട്ട് എന്താണ് 1916 മുതൽ ഓരോ വർഷവും സമ്മേളനങ്ങൾ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ അറിയുന്നതിന് ഓരോ വർഷവും രാഷ്ട്രീയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. 1916 പാലക്കാട് വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. ഇത് ആനി ബസന്റിന്റെ നേതൃത്വത്തിലാണ് പ്രഥമ സമ്മേളനമായിരുന്നു. പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട് വെച്ച് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 1917 കോഴിക്കോട് വെച്ചാണ് നടന്നത്. CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ് രണ്ടാമത്തെ സമ്മേളനം നടന്നത്. മൂന്നാമത്തേത് 1918 തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അസിം അലി ഖാന്റെ അധ്യക്ഷതയിലായിരുന്നു. നാലാമത്തെ സമ്മേളനം KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ വെച്ചായിരുന്നു നടന്നത്. അത് 1919 അഞ്ചാമത്തേത് 1920 മഞ്ചേരിയിൽ വെച്ചായിരുന്നു. കസ്തൂരി രംഗ അയ്യങ്കാരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. ഇങ്ങനെ 1916 മുതൽ 1920 വരെ 5 ജില്ലാ സമ്മേളനങ്ങളാണ് നടന്നത്. അക്കാലത്ത് KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MB നാരായണ മേനോൻ തുടങ്ങിയവരാണ് മലബാർ ജില്ലാ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ ഈ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ വർഷവും നടന്ന സ്ഥലവും അധ്യക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. 1916 സമ്മേളനം പാലക്കാട് വെച്ചിട്ടായിരുന്നു. അധ്യക്ഷൻ ആനി ബസന്റ് ആയിരുന്നു. 17 കോഴിക്കോട് വെച്ച് CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. 1918 തലശ്ശേരി എന്നായി പോയി, സോറി, തലശ്ശേരിയാണ്. അസം അലി ഖാനായിരുന്നു അധ്യക്ഷൻ. 1919 വടകരയിൽ വെച്ചായിരുന്നു നടന്നത്. KP രാമൻ മേനോൻ ആയിരുന്നു. 1920 മഞ്ചേരിയിൽ വെച്ച് നടന്നു. കസ്തൂരി രംഗ അയ്യങ്കാരായിരുന്നു അധ്യക്ഷത വഹിച്ചത്. 1920 മഞ്ചേരിയിൽ നടന്ന 5ാം രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് 5ാം രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ. 5ാം രാഷ്ട്രീയ സമ്മേളനം നടന്ന എപ്പോഴായിരുന്നു? 1920 5ാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ആരൊക്കെയായിരുന്നു? ആനി ബസന്റും അനുയായികളും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 5ാം ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആനി ബസന്റും അനുയായികളുമാണ്. എന്നാൽ ആനി ബസന്റ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ഏതായിരുന്നു? 1ാം സമ്മേളനമായിരുന്നു. അത് പാലക്കാട് വെച്ചിട്ടായിരുന്നു. കേരളത്തിലെ സൂററ്റ് അറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി മറ്റൊരു സമരമാണ് കല്ലറ പാങ്ങോട് സമരം. എന്താണ് കല്ലറ പാങ്ങോട് സമരം എന്ന് നോക്കാം. 1938 കല്ലറ പാങ്ങോട് സമരം നടന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ചന്തയിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുകാരും ജന്മിമാരും ഗുണ്ടകളും ചേർന്ന് നടത്തി വന്ന അന്യായമായ ചന്തപ്പിരിവിനെതിരെ CP രാമസ്വാമി അയ്യരുടെ ഭരണകൂടത്തിനെതിരെയും നടന്ന പ്രക്ഷോഭമാണ് കല്ലറ പാങ്ങോട് സമരം. എന്താണ് കല്ലറ പാങ്ങോട് സമരം? തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിൽ ചന്തയിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുകാരും ജന്മികളും ഗുണ്ടകളും ചേർന്ന് നടത്തി വന്ന അന്യായമായ ചന്തപ്പിരിവിനെതിരെ പിന്നെ എന്താണ് CP രാമസ്വാമി അയ്യരുടെ ഭരണകൂടത്തിനെതിരെയും നടന്ന പ്രക്ഷോഭമാണ് കല്ലറ പാങ്ങോട് സമരം. അധിക നികുതി കൊടുക്കാതിരുന്ന കർഷകരെ പോലീസുകാർ ആക്രമിച്ചു. അക്രമാസക്തരായ കർഷകർ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പോലീസിന്റെയും ഗുണ്ടകളുടെയും ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. കല്ലറ പാങ്ങോട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി പട്ടാളം കൃഷ്ണൻ, കൊച്ചാപ്പി പിള്ള എന്നിവരായിരുന്നു. അപ്പൊ 1940 ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഇവരെ തൂക്കിക്കൊല്ലുന്നു. ഇത് നിസ്സഹകരണ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്. അപ്പൊ കല്ലറ പാങ്ങോട് സമരം ഏത് സമരം? ഇന്ത്യയിലെ ദേശീയ സമരം ഏത് ദേശീയ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വ്യക്തികളായിരുന്നു പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും. ഓക്കെ, ഇനി ഇന്ത്യയിലെ കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങൾ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്
ഇതൊരു ക്വസ്റ്റ്യൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ടി കെ നായർ. അടുത്തത്, ഏത് നഗരത്തിൽ വെച്ചാണ് 1941 ഫെബ്രുവരി 9 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്ത? തൃശ്ശൂരിൽ വെച്ചിട്ടായിരുന്നു. കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്ക് വഹിച്ച നേതാവ് ആരായിരുന്നു? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്ന വർഷം ഏതായിരുന്നു? 1916. ഈ ഒന്നാം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ് അല്ലെ. ആനി ബസന്റ് ഇറങ്ങിപ്പോയ സമ്മേളനം നമുക്കറിയാം, 5ാമത്തെ സമ്മേളനം, 5th സമ്മേളനമായിരുന്നു. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം 1919 ആയിരുന്നു. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഇരിങ്ങാലക്കുട. തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന സമരം നടന്ന വർഷം ഏതായിരുന്നു? 1921. വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന വർഷം 1921 ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കീഴരിയൂർ സംഭവം നടന്ന ജില്ല ഏതായിരുന്നു? കോഴിക്കോട് ജില്ലയായിരുന്നു. അടുത്ത്, തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്തെ ദിവാനായിരുന്നു രാഘവയ്യ. വിദ്യാർത്ഥി പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നത്. തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രാധിപർ ആരായിരുന്നു? വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. തിരുവിതാംകൂർ സ്റ്റേറ്റിന് വേണ്ടി യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു? 1938. അടുത്ത്, ആദ്യത്തെ അഖിലേന്ത്യാ കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതായിരുന്നു? ഒറ്റപ്പാലം. അത് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളിയായ വ്യക്തിയായിരുന്നു സി ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്യാസിയല്ല കേട്ടോ, സന്മാർഗദർശിനിയാണ്. സന്മാർഗദർശിനി വായനശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 50ാം വാർഷികം പ്രമാണിച്ച് 1935 കോൺഗ്രസിന്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ബാരിസ്റ്റർ എ.കെ. പിള്ള. അടുത്ത്, തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടു, ജി രാമചന്ദ്രൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണം വരിച്ച വ്യക്തി ആരായിരുന്നു? കുഞ്ഞുരാമൻ അടിയോടി. 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമരപരിപാടികൾ നടത്താൻ തീരുമാനിച്ചത്? എവിടെ ചേർന്ന യോഗമാണ്? വടകര. ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടന്നത്? ഏത് നഗരത്തിലായിരുന്നു? തൃശ്ശൂർ നഗരത്തിലെ വൈദ്യുതി സമരം നടന്നത് തൃശ്ശൂർ നഗരത്തിലായിരുന്നു. അടുത്ത്, കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടിരുന്നത് രാഘവൻ പിള്ളയായിരുന്നു. അടുത്ത് നോക്കാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആരായിരുന്നു? വില്യം ലോഗൻ. KPCCയുടെ 2ാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? സരോജിനി നായിഡു. KPCCയുടെ 2ാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആയിരുന്നു. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? എസ് നീലകണ്ഠയ്യർ.
കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്ത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വാതന്ത്ര്യ ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട്. അപ്പൊ സ്വാതന്ത്ര്യ ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തായിരുന്നു. എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് നിന്നായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ദേശസേവിക സംഘം. അപ്പൊ ദേശസേവിക സംഘം എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ആയിരുന്നു ദേശസേവിക സംഘം. കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ ആരായിരുന്നു? AFW ഡിക്സൺ. ഓക്കെ, കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാനായിരുന്നു AFW ഡിക്സൺ. കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതായിരുന്നു? വടകര. വടകരയിൽ വെച്ചായിരുന്നു കേരളത്തിൽ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത്. എന്നായിരുന്നു അത് നടന്നത്? 1931 1931. അടുത്ത്, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വിശേഷിപ്പിച്ചത് ആരെയാണ്? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. മുഹമ്മദ് അബ്ദുർ റഹ്മാനെയാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിച്ചത്. കേരള ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. കേരള ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബെർദോളി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? SA ബെറൽവി ആണ് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബെർദോളി എന്ന് വിശേഷിപ്പിച്ചത്. കേരള പ്രദേശ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായർ. അടുത്ത്, കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ഏതായിരുന്നു? 1938. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് ആരാണ്? AK പിള്ളയാണ് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത്. കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുർ റഹ്മാനാണ് കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. അടുത്ത്, മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി ആരായിരുന്നു? ജോർജ് ജോസഫ്. ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധിയുടെ ഒരു പത്രമാണ് യങ് ഇന്ത്യയുടെ പത്രാധിപനായി പ്രവർത്തിച്ച മലയാളിയായ വ്യക്തി ആരായിരുന്നു? ജോർജ് ജോസഫ്. 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ആസാദ് അലി ഖാൻ ബഹാദൂർ. അടുത്ത് നോക്കാം, 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന വർഷം ഏതായിരുന്നു? 1928. അടുത്ത്, പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്ന് ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. 1903 C വിജയരാഘവ ആചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? കോഴിക്കോട്. അടുത്ത്, തിരുവിതാംകൂറിൽ പൗരത്വ സമത്വവാദ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1919. അടുത്ത്, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി ഏതായിരുന്നു? പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതായിരുന്നു? 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാരണം എന്തായിരുന്നു? ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു അല്ലെ. അപ്പം തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ. എല്ലാവരും പേരുടെ കൂടെ നായരുണ്ട്, ഓർമ്മിച്ചിരിക്കുക എളുപ്പമാണ് അതുകൊണ്ട്. അടുത്ത്, 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായത് ആരായിരുന്നു? ലാലാ ലജ്പത് റോയ്. 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റോയ് ആയിരുന്നു. അടുത്ത് നോക്കാം, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരായിരുന്നു? കസ്തൂരി രംഗ അയ്യർ. 5ാമത്തെ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലാണ് ആനി ബെസന്റും അനുയായികളും ഇറങ്ങിപ്പോയത്. ഇനി ആനി ബെസന്റ് അധ്യക്ഷയായിരുന്ന മലബാർ ജില്ലാ സമ്മേളനം ഏതായിരുന്നു? 1ാമത്തേതായിരുന്നു അല്ലെ. അടുത്ത്, ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത്? പട്ടാഭി സീതാരാമയ്യ. അടുത്ത്, ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും കല്ലറ പാങ്ങോട് സമരം? ഇനി
പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അത് കല്ലറ പാങ്ങോട് സമരമാണ്. അടുത്ത് വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം ഏതായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ആരായിരുന്നു? അകാലികൾ. അകാലികളാണ് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആരായിരുന്നു? ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ്. അടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? സ്വാമി സത്യവ്രതൻ, കൊട്ടുകോയികൽ വേലായുധൻ എന്നിവരൊക്കെയായിരുന്നു. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം. ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ടി.കെ. മാധവൻ. ഐത്തോച്ചാടനത്തിനെതിരെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ആരായിരുന്നു? ടി.കെ. മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം എത്രയായിരുന്നു? 23,000 ആയിരുന്നു. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? എൻ കുമാരൻ. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമം ആയി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം ഏതായിരുന്നു? വെല്ലൂർ ആശ്രമം. വൈക്കം സത്യാഗ്രഹികൾ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം ഉപയോഗിച്ച് എവിടുത്തെ ആശ്രമമായിരുന്നു? വെല്ലൂർ ആശ്രമം. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? ജോർജ് ജോസഫ്, പി.എം. സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളായിരുന്നു ജോർജ് ജോസഫ്, പി.എം. സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിക്കപ്പെട്ടത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിക്കപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തി ആരായിരുന്നു? ഡോക്ടർ M.E. നായിഡു. ഇപ്പൊ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ M.E. നായിഡു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചതെന്നായിരുന്നു? 1925 നവംബർ 23-നായിരുന്നു. വൈക്കം സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്തത് എന്നായിരുന്നു? 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസമാണത്. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എത്ര ദിവസമായിരുന്നു? 603 ദിവസം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് ആർക്കായിരുന്നു? മഹാറാണി സേതുലക്ഷ്മി ഭായിക്കായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ടി.കെ. മാധവനാണ്. വൈക്കം വീരർ അല്ലെങ്കിൽ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? വൈക്കം. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് വിനോബ ഭാവെയായിരുന്നു. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ടി.കെ. മാധവൻ. വൈക്കം വീരർ അല്ലെങ്കിൽ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കത്താണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരായിരുന്നു? വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ആരായിരുന്നു? തിരുവല്ല ചിറ്റേടത്ത് ശങ്കുപിള്ളയായിരുന്നു. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ടി. രാഘവയ്യ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു.
വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരായിരുന്നു? ലാൽ സിംഗ് ആയിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹം ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ആരായിരുന്നു? കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതെന്നായിരുന്നു? 1932 സെപ്റ്റംബർ 21 ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് ആരായിരുന്നു? കേളപ്പനാണ്. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരായിരുന്നു? P കൃഷ്ണപിള്ള. നമ്മൾ നേരത്തെ കണ്ടതാണ്. P കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാവ് ആരായിരുന്നു? P കൃഷ്ണപിള്ള. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? T സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി ഏത് കലാപങ്ങൾ മലബാറിൽ പുറപ്പെട്ടിരുന്നു? മാപ്പിള കലാപങ്ങൾ. തുടർച്ചയായ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ആരായിരുന്നു? ലോഗൻ കമ്മീഷൻ. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആരായിരുന്നു? വില്യം ലോഗൻ. ഇനി വില്യം ലോഗനാണ് മലബാർ മാനുവൽ എഴുതിയത്. മലബാർ മാനുവൽ എഴുതിയ വ്യക്തി ആരായിരുന്നു? വില്യം ലോഗൻ. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു? HV കനോലി. 1855 HV കനോലിയാണ് മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപം ഏതായിരുന്നു? മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം ഏതായിരുന്നു? 1921. മലബാറിൽ ഏത് പ്രസ്ഥാനം ശക്തിപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി? ഖിലാഫത്ത് പ്രസ്ഥാനം. മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മലബാറിലെ കർഷകരായ മാപ്പിളമാരായിരുന്നു. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരായിരുന്നു? M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടായിരുന്നു ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതി ഏതായിരുന്നു? സുന്ദരികൾ സുന്ദരന്മാരും. കുമാരനാശൻ രചിച്ച കൃതി ഏതായിരുന്നു? അടുത്ത് 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരായി ശക്തമായി പോരാടിയ വനിത ആരായിരുന്നു? കമ്മത്ത് ചിന്നമ്മ. മാപ്പിള ലഹളയെ ഹിന്ദു വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ആൻഡമാനും ബോട്ടണി ബേയും. മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്നതെന്നായിരുന്നു? 1929. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? 1921. പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ ഖാൻ. മലബാർ കലാപത്തിന്റെ തുടർച്ചയായി നടന്ന തീവണ്ടി ദുരന്തം ഏതായിരുന്നു? വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവം അറിയപ്പെടുന്നത് എന്താണ്? വാഗൺ ട്രാജഡി. മലബാർ ലഹളയുടെ കേന്ദ്രമായി കരുതപ്പെടുന്ന സ്ഥലം ഏതാണ്? തിരൂരങ്ങാടിയാണ് മലബാർ ലഹളയുടെ കേന്ദ്രമായി അറിയപ്പെടുന്നത്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമാരൻ പുത്തൂർ, സീതക്കോയി തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിലെത്തിയ താൽക്കാലിക ഗവൺമെന്റിനെ നയിച്ചത് ആരായിരുന്നു? അലി മുസ്ലിയാർ. മലബാറിലെ പോരാട്ടങ്ങൾ നടന്നത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിലാണ്. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതായിരുന്നു? പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണം കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആയിരുന്നു. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരായിരുന്നു? ഹിച്ച് കോക്ക്.
ഹിച്ച്കോക്കിന്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട കവിത എഴുതിയ വ്യക്തി ആരായിരുന്നു? കമ്പളത്ത് ഗോവിന്ദൻ നായർ. കമ്പളത്ത് ഗോവിന്ദൻ നായർ. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? കെ മാധവൻ നായർ. അടുത്ത് കീഴരിയൂർ ബോംബ് കേസ് നടന്നത് എന്നായിരുന്നു? 1942 നവംബർ 17-നാണ്. നടന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരായിരുന്നു? ഡോക്ടർ കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ കെ ബി മേനോൻ, കുഞ്ഞിരാമ കിടാവ്. അടുത്ത് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം ഏതായിരുന്നു? സ്വതന്ത്ര ഭാരതം. അപ്പൊ സ്വതന്ത്ര ഭാരതം ആരാണ് ഇറക്കിയത്? കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികളാണ് ഈ ഒരു പത്രം ഇറക്കിയത്. ഫറൂഖ് പാലം തകർക്കാനുണ്ടായ ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികളുടെ എണ്ണം 27. കീഴരിയൂർ ബോംബ് കേസിൽ കെ ബി മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടങ്കലിലായവർ ആരൊക്കെയാണ്? എത്ര പേരുണ്ട്? 13 പേർ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വി എ കേശവൻ നായർ. വി എ കേശവൻ നായർ. അടുത്തത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്ര ബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവ് ആരായിരുന്നു? കെ ബി മേനോൻ. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവ് ആരായിരുന്നു? കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായ പ്രഖ്യാപിച്ചത് നവംബർ 19 കീഴരിയൂർ ബോംബ് കേസിനെ പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം. കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്നായിരുന്നു? 1942 മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും ജന്മിയുടെ അന്യായ ചന്തപ്പിരിവിനെതിരെയും നടന്ന പ്രക്ഷോഭം ഏതാണ്? കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938 സെപ്റ്റംബർ 30 കല്ലറ പാങ്ങോട് സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു? കൊച്ചാപ്പള്ളി പിള്ള, പട്ടാളം കൃഷ്ണൻ. ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കൊച്ചാപ്പി പിള്ളയും പട്ടാളം കൃഷ്ണനെയും അറസ്റ്റിലാക്കിയത്? കല്ലറ പാങ്ങോട് സമരത്തിന്റെ പേരിൽ. കല്ലറ പാങ്ങോട് സമരം ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ ഇത്രയുമാണ് കേരളത്തിലെ ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവങ്ങളും പ്രധാന പ്രക്ഷോഭങ്ങളും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായും രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്